ഹായ്, അമലു സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ദേ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല മണം ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഞാൻ ദേ പെരിഞ്ചീരകം, തക്കോലം, കരിയാമ്പൂ, പട്ട, പിന്നെ നമ്മൾ മസാലയിൽ ഉണ്ടാവുന്ന നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, തരി തരി, അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ വറുത്തിട്ടാണോ ഉണ്ടാക്കാറ് എങ്കിൽ നിങ്ങൾ പച്ചയ്ക്കൊന്ന് പൊടിച്ച് വെച്ച് നോക്ക്. ചിലവർ വറുത്തിട്ടാണ് പൊടിച്ച് വയ്ക്കുക. നിങ്ങൾ പകരം അത് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട്, അതായത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലപ്പോൾ ഈർപ്പോ തണുപ്പോ അങ്ങനെ തണുത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളതൊന്ന് കഴുകി വെയിലത്തിട്ട് നോക്കുക. വെയിലത്തിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ഇതൊക്കെ കൂട്ടി പൊടിക്കുക. പിന്നെ ഉണ്ടല്ലോ, നല്ല മണം കിട്ടാനായിട്ട് ഈ 2 ഇലയും കൂടെ എടുത്താൽ മതി. നിങ്ങൾക്ക് നമ്മൾ മസാല പാക്കറ്റ് മേടിക്കുമ്പോൾ ഒരു ഇല അങ്ങനെ പാക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ അതും കൂടെ ചേർത്ത് പൊടിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇതേപോലെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇല ഉള്ളവർ അതിനനുസരിച്ച് കൂട്ടി എടുത്ത് പൊടിച്ച് വെക്കുക. അപ്പം ഇലയും കൂടി ഇടുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതേപോലെ 4 ഏലക്കയുടെ കുരുവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വറുത്ത് പൊടിക്കുന്നവരാണെങ്കിൽ പച്ചയ്ക്ക് പൊടിച്ചെടുത്ത് വെക്കുക. കേടുവരുമൊന്നുമില്ല കേട്ടോ. പൂപ്പൽ വരിക, തണുപ്പ് വരിക ഒന്നുമില്ല. നല്ല വെള്ളം ഇല്ലാത്ത നല്ല ടിന്നിലെടുത്ത് വെച്ചാൽ മതി. പിന്നെ മണം കിട്ടാനായിട്ട് വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ ചിക്കൻ മസാല ആണെങ്കിലും ബീഫ് മസാല ആണെങ്കിലും എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടായ പട്ട 2 കഷ്ണം ഇടുക, ഗ്രാമ്പൂവിന് 2 പീസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഇല ഉണ്ടല്ലോ, അതേപോലെ ഇലയും കൂടെ കട്ട് ചെയ്തിടാം. വെജിറ്റബിൾ മസാലയൊക്കെ ആണെന്ന് വെച്ചാൽ ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പൊടി ഇടേണ്ട ആവശ്യമില്ല, അത്രയും മണമായിരിക്കും. അപ്പോൾ ഒരിലയോ 2 ഇലയോ നിങ്ങൾക്ക് ആവശ്യത്തിന്, പച്ച ഇല ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്കിവിടെ മരമില്ല, അതുകൊണ്ട് ഞാൻ മരമുള്ളിടത്തുനിന്ന് ഇല മേടിച്ച് ഉണക്കി എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഉണക്കി എടുത്തു വയ്ക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഇല കിട്ടുന്നത് ഇല്ലാത്തവർ എടുത്ത് ഉണക്കി വെക്കുക. അതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് മൂത്തതിന് ശേഷം പെരിഞ്ചീരകം കൂടി ഇടുക. ഇതൊക്കെ നമ്മൾ പൊടിച്ച് വെക്കുന്നതാണ്. പക്ഷെ എങ്കിൽ കൂടെ നമ്മൾ ഇങ്ങനെ ആദ്യം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ അപ്പോൾ മസാല ലാസ്റ്റ് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി. മസാല റെഡിയാക്കുമ്പോൾ പച്ച ഇലയുണ്ടെങ്കിൽ നല്ലത്, ഏറ്റവും ബെറ്റർ. പച്ച ഇല ഉണ്ടെങ്കിൽ ഫ്രഷായി പൊട്ടിച്ചു കൊണ്ടുവന്ന് കീറിയിടാം. ഇനി ഇല്ലാത്തവർ നമ്മൾ ഉണക്കിയെടുത്ത് വെച്ച് ഇതുപോലെ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉള്ളിയോ, നിങ്ങൾ സവാളയാണോ ഉള്ളിയാണോ എന്താ ഇടേണ്ടതെന്ന് വെച്ചാൽ അത് ഇടാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഇടേണ്ടത് കരിയാമ്പൂവും പട്ടയും അതേപോലെ കറുകയിലയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിന് മൂപ്പിക്കുക നന്നായിട്ട്. ഇഞ്ചിയുടെ ആ മണം നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇഞ്ചിയുടെ. ചെയ്യണവർ ഇങ്ങനെ ആയിരിക്കാം, ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലാത്തവർക്കാണ് കേട്ടോ. ഇനി ഞാൻ മിക്സിയുടെ ജാറ് നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതായത് വെയിലത്ത് കൊണ്ടുവച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിക്കാം. ഞാൻ അതിന് മുമ്പേ മിക്സിയുടെ ജാറ് കേട് വരാതിരിക്കാൻ ഈ ഗ്രാമ്പും തക്കോലവും പട്ടയൊക്കെ പൊടിച്ചു ഈ ചെറിയ ഉരലിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ മിക്സിയുടെ ജാറിനും ഇത്തിരി പണി കുറയും. അപ്പം ഞാൻ ഇല കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഒക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട്, മിക്സിയുടെ ബ്ലേഡ് കേട് വരില്ല. എൻ്റെ ഇതുപോലെ ഞാൻ മുമ്പത്തെ ജാറ് കേട് വന്നത് ഇതുപോലെ മസാല പൊടിച്ചിട്ടാണ്. എല്ലാം അങ്ങനെ ചതയ്ക്കാതെ അങ്ങനെ ഇട്ട് പൊടിക്കുമായിരുന്നു. അങ്ങനെ ബ്ലേഡിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നാൾ നിന്നോളും ജാറും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. എന്തൊരു മണമല്ലേ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിനി വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നവരാണെങ്കിൽ പച്ചയ്ക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ച് നോക്ക്. നിങ്ങൾ ആ മാറ്റം ഒന്ന് അറിഞ്ഞു നോക്ക് കേട്ടോ. മസാല ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണത്തിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ ഇത് കുറച്ചിട്ടാൽ മതി, നല്ല മണമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന കാര്യങ്ങളോടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അതായത് നമ്മൾ പൊടിച്ചിടുന്നതും കുറച്ചിട്ടാൽ മതി. പിന്നെ നല്ല മണം, പുറത്തേക്കൊക്കെ നല്ല മണമായിരിക്കും. നമ്മൾ കുക്ക് ചെയ്യേണ്ടെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഞാൻ ഒരു പാത്രം കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മസാലയൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ പൊടിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ കുരുമുളക് പൊടിച്ചിട്ടില്ല എന്ന്. കുരുമുളക് ഞാൻ എപ്പോഴും വേറെയാണ് കേട്ടോ പൊടിച്ച് വയ്ക്കാറ്. കാരണം ഇങ്ങനെ മസാല ഇടുമ്പോൾ മസാല കുറച്ചിട്ടാൽ മതി. ഞാൻ എരിവിനനുസരിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നീട് ചൂടാക്കുമ്പോൾ എരിവ് കുറവ് തോന്നുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാം കുരുമുളക് പൊടി. ഇനി ഞാൻ നമ്മുടെ പൊടിച്ച ആ മസാല 1 ടീസ്പൂണ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ നല്ല മണം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മസാലപ്പൊടിയുടെ അളവും കുറയ്ക്കാം. നേരെ മറിച്ച് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് മസാല ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കും തോറും മസാലയുടെ മണം കൂടി കുത്തെടുക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്